നമസ്കാരം. എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സേതുലക്ഷ്മി എന്ന്. ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നേരത്തെ നട്ടിരുന്ന ഒരു ചെത്തി നട്ടിട്ടുണ്ടായിരുന്നു, തളിര് നട്ടിട്ട്. അപ്പോൾ അത് പിടിച്ചിട്ടുണ്ട്, അതൊന്ന് കാണിക്കാനും പിന്നെ ഞാൻ ചെയ്യുന്ന വളം മണ്ണ് പോട്ടി മിക്സ് എന്നാന്നുള്ളത് പറയാനുമാണ്, പിന്നെ വളം എന്നാന്ന് കാണിക്കാൻ. അപ്പം ബാക്കി ഇപ്പം വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാൻ അന്ന് നട്ടുവെച്ചിരുന്ന ഒരു ചെത്തിയുടെ ഇളം കമ്പില്ലേ, അത് നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. അത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നട്ടിട്ട് ഏകദേശം ഒരു മാസം മിച്ചമായിട്ടുണ്ട്. ഒരു മാസമല്ല, 1.5 മാസമായി. അപ്പോൾ അതിനകത്ത് ഇലക്കൊക്കെ ഇച്ചിരി ഇത് വന്നിട്ടുണ്ട്, കരിച്ചിൽ പോലെ വന്നിട്ടുണ്ട്. എന്നാലും അത് പിടിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് തളിര് വരുന്നുണ്ട്. അപ്പം ഞാനിത് പൂവൊക്കെ ആയി കഴിയുമ്പോൾ നല്ലപോലെ ഒരു വീഡിയോ ചെയ്യാവേ. ഇതിപ്പം എനിക്ക് എടുത്ത് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനിത് നടാൻ വേണ്ടിയിട്ട് അങ്ങനായിട്ട് തന്നെ നട്ടതാണ്. അപ്പം അതുകൊണ്ട് ഞാനത് പറിച്ച് കാണിക്കുന്നില്ല, വേര് പിടിച്ചോന്ന്. ഇത് പിടിച്ചിട്ടുണ്ട്. ഇനി പൂ ഇടുമ്പോൾ ഒന്ന് കാണിക്കാവേ. പിന്നെ ഞാൻ എല്ലാവരും ചോദിക്കുന്നു ഞാൻ ഇതിന് എന്നതാ പോട്ടി മിക്സ് ചേർത്തതെന്നൊക്കെ. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിനകത്ത് മണ്ണും ചാണകപ്പൊടി, പിന്നെ നടുന്നതിനടിയിൽ കുറച്ച് കരിയില ഇട്ടിട്ടുണ്ടായിരുന്നു. മണ്ണും ചാണകപ്പൊടി അല്ലെങ്കിൽ ഒരു കമ്പോസ്റ്റ് ആയിട്ടുണ്ട്, ചകിരിച്ചോറൊക്കെ ചേർത്തൊരു കമ്പോസ്റ്റ്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം ചേർക്കുന്നത്. അങ്ങനെയാണ് നട്ടത്. അപ്പം ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ പുറത്തുനിന്ന് ആദ്യം എടുത്തപ്പം ഇതിന് ഭയങ്കര സൗണ്ട് വരുന്നത്, അതുകൊണ്ടാണ്. ഞാൻ അതിനകത്തൊരു വളം ഇട്ട് കൊടുത്തായിരുന്നു. നട്ട് കുറച്ച് വലുതായി കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക് വളം ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു മിക്സായി വരുന്ന വളമാണ്. ഇതിനകത്ത് കടലപ്പിണ്ണാക്കുണ്ട്, എല്ലുപൊടി ഉണ്ട്, പിന്നെ DAPയുടെ ഉണ്ട്, അങ്ങനെ കുറേ ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കടലപ്പിണ്ണാക്കും മറ്റേ വേപ്പിൻ പിണ്ണാക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല വളർച്ചയ്ക്ക് നല്ലതാണ്, നല്ലപോലെ വളരുന്നുണ്ട്. ചെയ്ത് എല്ലാത്തിനും പറ്റുന്നതാണ്, ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റിനും എല്ലാത്തിനും പറ്റുന്നതാണ്. കുറച്ച് ഇട്ട് കൊടുത്ത ജൈവവളമാണ്. പിന്നെ ഞാനൊന്നും വേറെ ചേർക്കുന്നില്ല. DAP നേരത്തെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ മഴയ്ക്ക് മുമ്പായിട്ട് എല്ലാത്തിനും ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം.